ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന സ്നാക്സ് പഴം കൊണ്ടാണ്. പഴമാണ് അതിന് മെയിനായിട്ട് ചേർക്കുന്നത്. ഞാൻ പഴത്തിൻ്റെ കൂടെ കുറച്ച് ഈത്തപ്പഴം ചേർത്തിന്. ഈത്തപ്പഴവും പഴവും ചേർത്തിട്ട് മിക്സിയിൽ നല്ലോണം അടിച്ചിട്ട് വെച്ചതാണ് ഇത്. അപ്പം അതിൻ്റെ കൂടെ ഞാൻ ഒരു സേമിയം കൂടി ചേർക്കും. കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് മൂന്നും മിക്സ് ചെയ്തിട്ട് ഞങ്ങൾ കാണിക്കാം. ഇതിലത് ഞാൻ കുറച്ച് പഴത്തിൻ്റെ ചാറെടുത്തിട്ടുണ്ട്. നോക്കി ചേർക്കാൻ വെച്ചിട്ടാണ്. ഒരുപാട് എടുത്തിട്ട് മിക്സ് ആക്കാൻ പറ്റുന്നത്. കുറച്ച് ഇത് സേമിയം കൂടി എടുത്ത് നമ്മൾ മധുരമൊന്നും ചേർക്കൂല. എന്താണെന്ന് വെച്ചാൽ പഴത്തിന് നല്ല മധുരം ഉണ്ടാവും. പിന്നെ പഞ്ചസാര നല്ല ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇഷ്ടമല്ല മധുരം അധികം. എനിക്ക് ഇഷ്ടമെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമല്ല. മധുരം അധികം ചേർക്കത്തില്ല. ഇനി അരിപ്പൊടി ഉണ്ട് മിക്സ്, ലേശം ഉപ്പിട്ടില്ല, ഒരു പൊടി ഉപ്പ്. പഴമാകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് സേമിയ ഇട്ട്. പഴം മാത്രമാകുമ്പോൾ ഒന്നും ഇതുണ്ടാവില്ല. അപ്പോൾ ഒന്ന് സേമിയ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒരു തിന്നുന്നൊരു കടിക്കുമ്പോൾ നല്ലുണ്ട്. നല്ലോണം മിക്സാക്കിയിട്ട് വെക്കണം. എന്നിട്ട് ഒരു 10 മിനിറ്റ് വെറുതെ വെക്കുക. ഇതൊന്ന് നേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാലും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. വെള്ളത്തിന് പകരം ഞാൻ പാലെടുക്കുന്നു. പാലില്ലെങ്കിൽ വെള്ളം എടുത്താലും മതി, വെള്ളം ചേർത്താൽ മതി. പക്ഷെ ഞാൻ പാല് ചേർത്തതാണ്. ഒരു ടേസ്റ്റ് കിട്ടില്ല വെച്ചിട്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് എള്ളും തരി ഇട്ട് കൊടുക്കും. കുറച്ച് ഏലക്കായൻ്റെ തരിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ പാൻ വെച്ചിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ഇത് ഞാനൊന്ന് ഒഴിച്ച് ഇനി മറിച്ചിടാം. എൻ്റെ സേമിയം കൊണ്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്കും കമൻറ്റും ഷെയറും തരിക. എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ.